പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നടന്ന ഒരു അഴിമതി കണ്ടു നോക്കൂ. പണം ആവിയായിപ്പോയി. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ പ്രളയകാലത്ത് 3 ദിവസം തിരിഞ്ഞു നോക്കാതെ എന്ന സർക്കാരാണ് 4ാമത്തെ ദിവസം വന്ന് പത്രക്കാരോട് ദിവസവും തള്ളി മറിച്ചത്. ഒന്ന് കണ്ടു നോക്കിയേ. ാകാൻ തുടങ്ങിയ ആ കാലഘട്ടം, അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയത്തെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ നെതർലൻഡ്സിലേക്ക് കോടികൾ മുടക്കി എന്തിനാണ് യാത്ര നടത്തിയത്? 2013 ശേഷം പിണറായി വിജയനും സർക്കാരിനും 8 വർഷമാണ് കേരളത്തെ നയിക്കാൻ അവസരം കിട്ടിയത്. എന്നിട്ടും വലിയ വാഗ്ദാനങ്ങൾ നൽകിയ പദ്ധതി എന്തുകൊണ്ട് ആവിയായി പോയി? പഴയൊരു പ്രതികരണമുണ്ട്. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന DPRന്റെ ഡ്രാഫ്റ്റ് ചെന്നൈ IITയുടെ സഹായത്തോടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിലുമാണ്. 2020 ആരംഭിച്ച് 2 വർഷമാണ് ഈ റൂം ഫോർ റിവർ പദ്ധതിക്ക് പ്രായമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം. ആദ്യഘട്ടം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ലഘൂകരിക്കാൻ പമ്പാ നദിയിലാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പദ്ധതി ഇപ്പോഴും ഫ്രീസറിൽ തന്നെയാണ്. കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടായ ക്രമക്കേടും വിവാദവും കാരണം പദ്ധതി മുന്നോട്ട് പോയതേയില്ല. 2021 മാർച്ച് മാസത്തിലാണ് ചെന്നൈ IITക്ക് കൺസൾട്ടൻസി നൽകാൻ പിന്നീട് തീരുമാനിച്ചിരുന്നത്. വിശദമായിട്ടുള്ള പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഉൾപ്പെടെ 5 കോടി രൂപയാണ് കൺസൾട്ടൻസി ഫീസ്. എന്നാൽ പദ്ധതി നടപ്പാക്കാൻ ഒരു സമിതിയും രൂപീകരിച്ചില്ല. പദ്ധതിക്കായി തുക സ്വരൂപിക്കുന്നത് എങ്ങനെയെന്നതിലും തീരുമാനം ഉണ്ടായതേയില്ല. എന്നാൽ 8 വർഷം കഴിയുമ്പോഴും കേരളം ഓർക്കണം, വെള്ളത്തിൽ തന്നെയാണ്. പദ്ധതിയുടെ പേരിൽ പൊടിപൊടിച്ച കോടികൾ ഖജനാവിന് നഷ്ടമായി. ധൂർത്തടിക്കാനായിരുന്നു പിണറായി വിജയന്റെയും സംഘത്തിന്റെയും അന്നത്തെ യാത്ര. അങ്ങനെ ഇക്കാലം അത്രയും പ്രളയത്തിന് ഒരു ശാശ്വത പരിഹാരവും കണ്ടെത്താൻ കഴിയാതിരുന്ന വ്യക്തികൾ പുതുമോടിയുള്ള സർക്കാരിനെ വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ അല്പം ആശ്ചര്യം തോന്നുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഗതികേട്.